ഹിന്ദുക്കളുടെ ആചാരപ്രകാരം ആത്മീയതയുടെ ചോദനയുണ്ടാവാൻ ഒരുപാട് ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ പഠിക്കുന്നതിന് വേണ്ടി കണക്ക് കൂട്ടി പഠിക്കാറുണ്ട്, എഴുതി പഠിക്കാറുണ്ട്, വായിച്ച് പഠിക്കാറുണ്ട്, കേട്ട് പഠിക്കാറുണ്ട്, അനുഭവിച്ച് പഠിക്കാറുണ്ട്, പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരുപാട് ഇതെല്ലാം നമുക്ക് സയൻസ്, ഹിസ്റ്ററി, മറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന ഭാഷയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആത്മീയ ചോദന കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ചോദിപ്പിക്കുന്നതാണ് ദൈവം എന്ന് നമ്മൾ പറയാറുണ്ട്, ജ്വലിപ്പിക്കുന്നതാണ് ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നമ്മെ മനസ്സിനെ ചോദിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ദൈവത്തിനോട് സംസാരിക്കാൻ നമുക്കൊരു ഭാഷ വേണമല്ലോ, നമുക്ക് സംസാരിക്കണമല്ലോ. സംസാരിക്കാനുള്ള നമ്മുടെ ഒരു ടൂളെന്നോ ഭാഷയെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ നാമജപത്തെയൊക്കെ പറയാം. നാമജപത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങളെല്ലാവരും ഈ സുവാണി ചാനൽ, കാരണം ഇത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയൊരു ചാനലാണ്. സനാതനധർമ്മവും ഇന്ത്യൻ ഹിന്ദു ആചാര വിശ്വാസ പ്രമാണങ്ങളും എല്ലാം അടങ്ങുന്ന പുതിയൊരു ചാനലാണ്. ദയവായി എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. എന്തിനാണ് നാം നാമജപം ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ചോദ്യമുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ സിദ്ധാന്തമനുസരിച്ച് 4 തരത്തിൽ നമുക്ക് ദൈവവുമായി സംവേദിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഭക്തി യോഗത്തിലൂടെ, സമ്പൂർണമായ ഭക്തിയിലൂടെ, അതുപോലെ തന്നെ കർമ്മയോഗത്തിലൂടെ, അതുപോലെ തന്നെ സമ്പൂർണമായി ഇപ്പം അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഒക്കെ പോയില്ലെങ്കിൽ പോലും നമ്മുടെ കർമ്മത്തിലൂടെ തന്നെ, ശക്തമായ കർമ്മത്തിലൂടെ തന്നെ നമുക്ക് ദൈവവുമായി ഈ പ്രപഞ്ചവുമായി സംവേദിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജ്ഞാനയോഗത്തിലൂടെ, ഇതിനെ സംബന്ധിക്കുന്ന അറിവുകൾ നേടുന്നതിലൂടെ, ദാർശനിക തലത്തിലുള്ള അറിവുകൾ നേടുന്നതിലൂടെ, ആത്മീയതയുടെയും ആത്മാവ്, പരമാത്മാവ് ചിന്തകൾ, ഇങ്ങനെ വളരെ കൃത്യമായ ദാർശനിക തലത്തിൽ അറിവ് നേടുന്നതിലൂടെ, ജ്ഞാനയോഗത്തിലൂടെ പലപ്പോഴും നമുക്ക് ഈ ഒരു ആത്മീയ അനുഭൂതി ഉണ്ടാകാൻ കഴിയും. പിന്നെ രാജയോഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് യോഗ, അതുപോലുള്ള മറ്റു കാര്യങ്ങൾ, അങ്ങനെ 4-5 തലങ്ങളിൽ നമുക്ക് ഈ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ദൈവവുമായിട്ടൊക്കെ സംസാരിച്ച് പോകാനോ അല്ലെങ്കിൽ സംവേദിക്കാനോ കഴിയും. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ അതിൻ്റെ ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുന്ന നാമജപത്തിൻ്റെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് നാമജപം നമ്മൾ ചെയ്യുന്നത്? ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, വളരെ കലുഷിതമായ മനസ്സിനെ കുറച്ചൊന്ന് ശാന്തി വരുത്താനാണ്. പലപ്പോഴും മനഃശാന്തി വരുത്താനാണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിരുന്നാൽ, ഒരു കാര്യത്തിൽ ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമ്മുടെ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, മനസ്സവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കത് ആസ്വദിക്കാനും നമുക്ക് സന്തോഷിക്കാനും ഒക്കെ. പിന്നെ സിനിമയുടെ രംഗങ്ങൾക്കനുസരിച്ച് വൈകാരിക വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും അതനുസരിച്ച് നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനഃശാന്തി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ നാമജപം ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഭയമുണ്ട്, പേടിയുണ്ട്. ഭയവും പേടിയും ഞാൻ രണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ആകുലതയുണ്ട്. ഇവയെല്ലാം ഒന്ന് കുറയ്ക്കുന്നതിന്, നമുക്ക് ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നതിനും, കുറേ ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ വരുത്തുന്നതിനും, ഉള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതിനും, ഒരു മനഃശാന്തി കിട്ടുന്നതിന് പലപ്പോഴും നാമജപം വലിയ സഹായം ചെയ്യും. അതുപോലെ ഒരു ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന്, നമുക്കിപ്പോൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇത് നാമജപമൊക്കെ കൃത്യമായി വായിക്കുന്നവർക്ക് വായ്ക്കൊരു വഴക്കമുണ്ടാകും, ഒരു മെയ്വഴക്കം ഉണ്ടാവും, അത് ഒരു ഏകാഗ്രത ഉണ്ടാവും. അത് പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് കാര്യമായി പ്രയോജനം ചെയ്യും, കുട്ടികളൊക്കെ ആണെങ്കിൽ. അപ്പോൾ മനസ്സിനെ ഒരേ ഒരു നാമത്തിൽ, ഇപ്പോൾ നമോ നാരായണ, ഓം, പിന്നെ രാമ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഇങ്ങനെ ഒരേ കാര്യത്തിൽ തന്നെ തുടർച്ചയായി നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഏകാഗ്രത വർദ്ധിക്കും. പ്രത്യേകിച്ച് 21 ദിവസമൊക്കെ ചെയ്യാൻ പറ്റിയാൽ വളരെ കൃത്യമായ ഏകാഗ്രത മനുഷ്യനുണ്ടാവും. അതുപോലെ തന്നെ നാമജപത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഒരു ആത്മശുദ്ധി ഉണ്ടാവാൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ആസുരിക ചിന്തയും ഒരു അസുര ചിന്തയും ഒരു ദേവചിന്തയുമുണ്ട്. ദേവചിന്ത എന്ന് പറഞ്ഞാൽ ഒരു നന്മയുടെ ചിന്ത, ആസുരിക ചിന്ത, അസുര ചിന്ത എന്ന് പറഞ്ഞാൽ മോശത്തിൻ്റെ ചിന്ത. എല്ലാ മനുഷ്യരുടെ മനസ്സിലുമുണ്ട്. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ട്, സകലവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതും ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട്, മനസ്സിൻ്റെ ഒരു ശുദ്ധിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞത് മനഃശാന്തി, മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇത് കൊണ്ടുവരണം, ഒരു ഏകാഗ്രത നമുക്ക് കിട്ടുന്നതിന് വേണ്ടി കൊണ്ടുവരണം, മനസ്സിൻ്റെ ഒരു ശുദ്ധി, ആത്മശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ ഒരു ശുദ്ധിക്ക് വേണ്ടി. പിന്നെ നമുക്ക് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഹോമം, യജ്ഞം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എളുപ്പമല്ലല്ലോ. എന്നും ഹോമവും യജ്ഞവും ചെയ്യാൻ നമുക്ക് പറ്റുന്നതല്ല. അത് കുറച്ചുകൂടി വൈദിക വിദ്യകൾ പഠിച്ചവർക്കും പോറ്റിമാർ അങ്ങനെ ഒരു താന്ത്രിക വിദ്യകളെ പഠിച്ചവർക്കുള്ളതാണ്. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹോമോ യജ്ഞമൊക്കെ ചെയ്യുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന നാമജപം നടത്താൻ പറ്റും. അത് എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലോ നമുക്ക് ഏത് സാഹചര്യത്തിലും നാമജപം ചെയ്യാൻ പറ്റും. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാം, എണീറ്റ ഉടനെ ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള നാമജപ രീതികൾ ഉള്ളത് കൊണ്ടാണ് ഇത് വളരെ ലളിതമായി ചെയ്യാൻ പറ്റും. പിന്നെ ഭക്തിയും ദൈവബന്ധവും. നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കേണ്ടത് ചുമ്മാ അമ്പലത്തിൽ നിന്ന് വിറക്കലല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അതാണ് രൂപം, മനുഷ്യൻ. ഈ മനുഷ്യനും ദൈവവുമായി അല്ലെങ്കിൽ ഈ നമ്മളെ ദ്യോതിപ്പിക്കുന്ന, നമ്മളെ ജ്വലിപ്പിക്കുന്ന ശക്തിയുമായി, ഊർജ്ജവുമായി ചേർന്ന് നിൽക്കലാണ് നമ്മൾ. അപ്പോൾ ഒന്നായിട്ട് നിൽക്കലാണ്, അതാണ് ഭക്തി. അല്ലാതെ നമ്മൾ അവിടെ പോയി ബഹളം ഉണ്ടാക്കാൻ ഉറച്ചു കിടന്ന് വിളിക്കുന്നതല്ല. അതുകൊണ്ടാണ് അമ്പലത്തിൽ എപ്പോഴും സൈലൻസ് ആയിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ ഭക്തിയുടെ ഒരു മാർഗം അറിയാനും ദൈവബന്ധത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു കണക്റ്റ് ഒരു മൊബൈലാണിത്, ഒരു മൊബൈൽ ഒരു ചാർജറാണിത്. അത്തരത്തിലുള്ളൊരു ചാർജ് നമുക്ക് ബന്ധപ്പെടാനൊരു ചാർജറാണ്. അങ്ങനെ ചാർജ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിനെ ചാർജ് ചെയ്യാൻ, ആ ചാർജ് ചെയ്യുന്ന എന്തിനാണ്? മനസ്സിനെ ചാർജ് ചെയ്യുന്ന എന്തിനാണ്? ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ. ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് എന്തിനാണ്? നമുക്ക് പണവും മറ്റു കാര്യങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ തന്നെയാണ്. എങ്ങനെ? നല്ല മാർഗത്തിലൂടെ. അവിടെയാണ് വിഷയം. അപ്പം നാമജപത്തൊക്കെ കൃത്യമായി ചെയ്യുകയും അങ്ങനെ മനഃശാന്തിയും ഏകാഗ്രതയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, അത് നമ്മൾ കർമ്മയോഗത്തിലൊക്കെ വിശ്വസിക്കുന്നവരോ ജ്ഞാനയോഗത്തിൽ വിശ്വസിക്കുന്നവരോ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പക്ഷേ അതേതെങ്കിലും ഇതൊന്ന് പഠിക്കണം. ഇതൊന്നും പഠിക്കാതെ, ഇതൊന്നും 4 ഭാഗത്തിലും പോകാതെ ഒന്നിലും ചെയ്യാതിരിക്കുന്നപ്പോൾ പ്രയാസമാണ്. അതിലേറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത്, കലിയുഗം എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പമാണ്. കാര്യങ്ങളുടെ ഒരു പുരാണങ്ങളിലൊക്കെ പറയുന്നതനുസരിച്ച് കുറച്ചൊരു കുഴപ്പം പിടിച്ച ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കലിയുഗത്തെ നമുക്കൊന്ന് മാറ്റിയെടുക്കാനും കൂടെയുള്ള ഒരു ചിന്ത ഒരു അന്തരീക്ഷത്തിൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരേ സമയം നാമജപമൊക്കെ ജപിച്ചാൽ അന്തരീക്ഷം പോലും ശുദ്ധിയാകുമെന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ ഹോമത്തിൻ്റെയൊക്കെ കഥ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാമജപം അങ്ങനെ വരും. പിന്നെ കർമ്മശുദ്ധി എന്ന് പറയുന്നൊരു കൺസെപ്റ്റുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോ ജോലി ചെയ്യുന്നവരാണ്, കർമ്മം ചെയ്യുന്നവരാണ്. ഇതിലൊരു ഫലശുദ്ധി വരാൻ, നമ്മളൊരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തെറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാനൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനും ദോഷപൂർവ്വ കർമ്മഫലങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വാസനകളും കർമ്മഫലങ്ങളും ഒക്കെ മാറ്റാനും ഇപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുമൊക്കെ നാമജപം കിട്ടുന്നത് നമുക്ക് വളരെ 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 നല്ല കാര്യമാണ്. ഈ കലിയുഗത്തിലൊക്കെ ആകുമ്പോൾ ഹരിനാമ കീർത്തനമൊക്കെ ധാരാളം ആളുകൾ പറയാറുണ്ട്. അതുപോലെ തന്നെ പത്മപുരാണത്തിൽ ഈ നാമജപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ കാര്യമായി പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ദൈവനാമത്തിൽ ആശ്രയമെടുക്കുന്നവന് പാപവും ദുഃഖവും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഭാഗവത പുരാണത്തിൽ വളരെ കൃത്യമായി ഈ ലോകത്ത് മനുഷ്യർക്കുള്ള പരമധർമ്മം ദൈവനാമത്തിൻ്റെ സങ്കീർത്തനവും ഭക്തിയുമാണെന്നൊക്കെയുള്ള നിലയിൽ ഭക്തിയെക്കുറിച്ചും നാമത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു. മഹാഭാരതത്തിൽ ദൈവനാമസ്മരണ മനുഷ്യൻ്റെ പാപങ്ങളെ ഇല്ലാതാക്കുമെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം ഓരോരുത്തരും രാമനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി, നാരായണനുമായി ബന്ധപ്പെടുത്തി, ഗണപതിയുമായി ബന്ധപ്പെടുത്തി, വിഷ്ണുവുമായി ബന്ധപ്പെടുത്തി, സഹസ്രനാമത്തിൻ്റെമായി ബന്ധപ്പെടുത്തി, പിന്നെ അങ്ങനെ ഒത്തിരി ശിവനാമവുമായി ബന്ധപ്പെടുത്തി, ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് തരത്തിൽ നാമജപങ്ങളുണ്ട്. ആ നാമജപം നമുക്ക് ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ശ്രീരാമ രാമ രാമേത് രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്നൊക്കെ പറയുന്ന രാമനാമം ഒരിക്കൽ ജപിച്ചാൽ 1000 വിഷ്ണുനാമങ്ങൾ ജപിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറയും. ഇതെല്ലാം ഓരോരുത്തരുടെ ഓരോ കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ എടുത്ത് അതാണോ ശരി, ഇതാണോ ശരി, രാമനാണോ കൃഷ്ണനാണോ ശരി എന്നൊന്നും അന്വേഷിക്കേണ്ട. നമുക്കിപ്പോൾ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ. നമുക്ക് ഒരു അസുഖം വന്നാൽ മാറ്റാൻ പല മാർഗ്ഗങ്ങളുണ്ട്. മാനസികമായൊരു പ്രശ്നം വന്നാൽ മാറ്റാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് കൂടുതൽ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കൃഷ്ണൻ്റെ നാമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പിന്നെ ഓം നമോ നാരായണ, ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഓം നമോ നാരായണായ എന്നൊക്കെ ഉള്ളതും, അതുപോലെ തന്നെ പിന്നെ നമശിവായ, ഓം നമശിവായ എന്നൊക്കെ കേട്ടത്, ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുള്ള നാമങ്ങളാണ്. നമുക്ക് വളരെ പോപ്പുലറാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പല ക്ഷേത്രങ്ങളും രാമസ്തുതി പറയാറുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളാണ് രാമനെയും കൃഷ്ണനെയും ചേർത്ത് സ്തുതി പറയാറുണ്ട്, നാമജപം പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഗുരുവായൂരപ്പനെ സംബന്ധിക്കുന്ന നാമങ്ങൾ പറയാറുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ, പുരാണ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് കലിയുഗത്തിൽ
മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് കുറച്ച് സമയമെങ്കിലും നാമജപം ചെയ്യുന്നത്. ജപം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അർപ്പിക്കുക എന്നുള്ള അർത്ഥത്തേ ഉള്ളൂ. നാമം അർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ദിവസേന കുറച്ച് സമയം നാമജപം നടത്തുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും നിർബന്ധമായി ചെയ്യണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സന്യാസിമാർ അമ്പലത്തിൽ പോകാറില്ല, കാരണം അവർ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചവരാണ്. യോഗികൾ പലപ്പോഴും അമ്പലത്തിൽ പോകാറില്ല, അവർ രാജയോഗത്തിൽ സഞ്ചരിച്ചവരാണ്. കർമ്മമാർഗത്തിലുള്ള ഒരുപാട് ആളുകൾ അമ്പലത്തിൽ പോകാറില്ല, കാരണം അവർ അതിലേക്കൊരു ശുദ്ധിയും കാര്യങ്ങളും കൊണ്ടുപോകുന്നവരാണ്. എന്നാൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് കൂടുതൽ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഇത് പറയുന്ന എല്ലാവരും എല്ലാം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കണം. അതാ പറഞ്ഞ് പല വഴികളിലൂടെ ഇവിടെ എത്താം. ഒരു സ്ഥലത്തെത്താൻ പല പല വഴികളിലൂടെ നമുക്കെത്താം. വിമാനത്തിലും പോകാം, ട്രെയിനിലും പോകാം, കപ്പലിലും പോകാം, സൈക്കിളിലും പോകാം, ഓട്ടോറിക്ഷയിലും പോകാം, സ്കൂട്ടറിലും പോകാം, കാറിലും പോകാം, ലോറിയിലും പോകാം. ഇങ്ങനെ പല 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 ഉപാധികളിലൂടെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ത്യയിൽ കിടക്കുന്നത്, അല്ലെ ഭാരതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീരാമ ജയരാമ ജയ 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 രാമ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നുള്ള കാര്യങ്ങൾ, ഓം നമോ നാരായണായ ഞാൻ പറഞ്ഞു, ഓം നമശിവായ പറഞ്ഞു, ഗുരുവായൂരപ്പ ശരണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ നാമജപങ്ങൾ പറയാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥനയാണ് വരുന്നത്. അതും നമുക്ക് മനുഷ്യനും ഈ ഇതുമായിട്ടുള്ള ബന്ധം ഏതാണ്, പ്രകൃതിയുമായും ദൈവവും നമ്മൾ പറയുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ദൈവവുമായിട്ട് നമുക്കുള്ള താതാത്മ്യം പ്രാപിക്കാനാണ് ഈ പറയുന്ന എന്ത് ചെയ്യുന്നത്, നാമജപം ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായി നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ഇതെല്ലാം പറഞ്ഞു തരുന്ന ആചാര്യന്മാരുണ്ട്. അപ്പോൾ ആചാര്യന്മാരുടെ ആചരതി ഇത് ആചാര്യ എന്നാണ്. അപ്പോൾ ആചാര്യന്മാർ ചിലപ്പോൾ പറഞ്ഞു തരും, യോഗയൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു തരും. ആചരിക്കുന്നവൻ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ ആചരിക്കുന്നവൻ ആരാണോ അവർ ആചാര്യ അല്ലെങ്കിൽ ആചാര്യൻ, അവർ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ വളരെ കൃത്യമായി നമുക്കിതെല്ലാം പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആചാര്യ ദേവോഭവ എന്നൊക്കെ കേട്ടിട്ടില്ലേ, മാതൃദേവോഭവ, ഗുരുദേവോ പിതൃദേവോഭവ, അതിഥി ദേവോഭവ, ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സങ്കല്പം. അതാണ് മാതാവിനെ ദൈവത്തെ പോലെ കാണണം, പിതാവിനെ ദൈവത്തിനെ പോലെ കാണണം, അതിഥിയെ അങ്ങനെ കാണണം. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ അവർ വന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി പോയെങ്കിൽ അയ്യോ എപ്പോൾ വന്നു ചായ കുടിച്ചോ ഇരുന്നോ പൊക്കോ എന്ന് പറയാതെ അവരെ ഒരു അതിഥിയായിട്ട് കാണുന്ന ഒരു ദൈവത്തിൻ്റെ ഭാവത്തിൽ അവരെ കാണണം. അങ്ങനെ ഓരോരുത്തരെയും കാണുന്ന രീതിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാനായാലും ശരി, മറ്റുള്ളവർ പറയുന്ന ആളുകൾക്ക് എല്ലാ കാര്യവും ചെയ്തു പോകാനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയൊക്കെ മുറിച്ച് കടക്കാനാണ് നമ്മൾ പലപ്പോഴും നാമജപം പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ കുറേ കൂടി നമുക്ക് ഈ പരിമിതിയെ മുറിച്ച് കടക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥനയുടെ കഥകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ചിന്തകളെ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ചിന്തകളെ ശുദ്ധമാക്കണേ, എൻ്റെ വാക്കുകളെ സത്യമാക്കി മാറ്റിത്തരണേ, എൻ്റെ വാക്കുകളെ ശുദ്ധമാക്കി തരണേ, എൻ്റെ പ്രവർത്തികളെ സാത്വികമാക്കി തരണേ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്. പിന്നെ എൻ്റെ അഹങ്കാരം കുറച്ച് തരണേ, ഭയം എനിക്ക് അകറ്റിത്തരണേ, അതുപോലെ ശാന്തി ഹൃദയത്തിൽ തരണേ, ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണ്? നമുക്ക് കൂടുതൽ ഊർജ്ജം കിട്ടും, കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും, അതിലൂടെ കൂടുതൽ പണം കിട്ടും, കൂടുതൽ പഠിക്കാൻ കഴിയും, കൂടുതൽ ജോലി കിട്ടും, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അല്ലാതെ ദൈവത്തിന് നേരിട്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ഇതാ ജോലി ഇരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുകയും ജപിക്കുകയും അല്ലെങ്കിൽ നാമജപം ചൊല്ലുകയും നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ ശക്തി കൂട്ടാൻ പറ്റിയാൽ ആ കൂടുന്ന ശക്തിയിൽ നിന്ന് ശരീരത്തിനും ശക്തി കിട്ടുകയും അങ്ങനെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രവൃത്തി ചെയ്യാതെ ഒരു റിസൾട്ടും ഉണ്ടാവില്ലല്ലോ. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ ഒരു ദൈവത്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്തൊരു തമാശയുണ്ട്. ഞാനൊരു സമയമെടുക്കാതെ ഒരു കഥ പറയാം. പരമശിവനും പാർവതിയും കൂടി ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തപസ് ചെയ്യണം, ഒറ്റക്കാൽ തപസ് ചെയ്യണം. അപ്പോൾ ചുമ്മാ തപസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കാര്യം ഒന്നും പറയുന്നുമില്ല. അപ്പോൾ പരമശിവനോട് പാർവതി ചോദിക്കും, നിങ്ങളൊന്ന് പ്രസാദിച്ചിട്ട് എന്താ കാര്യം ചോദിക്കൂ എന്ന് പറയുമ്പോൾ അപ്പോൾ പരമശിവൻ പറയും, ഇത് കഥയാണ് കേട്ടോ, പരമശിവൻ പറയും അതിന് എല്ലാ ആളുകളും എന്തെങ്കിലും ഒരു വരം ചോദിച്ചുകൊണ്ടാണ് പ്രസാദിക്കുമ്പോൾ, ഒരു വരം ചോദിച്ചുകൊണ്ടാണ്. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം അദ്ദേഹത്തിന് മുമ്പ് പ്രസാദിച്ചായിരുന്നു, പക്ഷേ അപ്പോഴും വരവൊന്നും എന്നോട് ചോദിച്ചില്ല. അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. പോയൊരു ലോട്ടറി എങ്കിലും എടുക്കാൻ പറയും. അദ്ദേഹം എന്തെങ്കിലും ചെയ്താലല്ലേ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റും. ഒരു ലോട്ടറി എങ്കിലും എടുത്താൽ അടുപ്പിച്ച് കൊടുക്കാം, അല്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്താണ് ആവശ്യമെന്നാൽ അദ്ദേഹം അല്ലേ പറയട്ടെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു രീതിയിലും നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതും ഇതുപോലൊരു ചോദ്യമാണ്. നമ്മൾ നാമജപം ചൊല്ലുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കലും സർവശക്തൻ. നമ്മുടെ പ്രശ്നം എന്താണ്?
നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സകലവിധ സമ്പത്തും സകലവിധ അധികാരവും സകലമാന കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള ശക്തിയില്ല. ആവശ്യത്തിനുള്ളതിനുള്ള ശക്തിയും നമുക്ക് പലപ്പോഴും കുറവാണെന്നുള്ള ബോധ്യമുണ്ട്. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടെന്നും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ജീവിച്ച് പോയാൽ മതി. എനിക്ക് കഴിവുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റും. അതാണ് കർമ്മയോഗത്തിൻ്റെ വേറെ സിദ്ധാന്തം. നമുക്കിതെല്ലാം പറ്റുന്നതാണ്. നമുക്കിന്നിപ്പോൾ ദൈവത്വം വേണ്ട, ഭക്തിയും വേണ്ട, പാട്ട് ഓക്കെ. പക്ഷേ അത് പോരാ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശക്തിപൂർവ്വം വേണം. മനസ്സിന് കൂടുതൽ ശക്തി തരണം, കൂടുതൽ സമാധാനം തരണം, ശാന്തി തരണം, പിന്നെ കൂടുതൽ ഹൃദയ നൈർമല്യം തരണം എന്നുണ്ടെങ്കിൽ ആണ് പ്രാർത്ഥനയുടെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ, വാക്കുകളെ സത്യമാക്കണം. ഞാൻ പറഞ്ഞു, പ്രവർത്തികളെ സാത്വികമാക്കി തരണം, അഹങ്കാരം കുറച്ചു തരണം, ഭയം അകറ്റണം. ജീവിതത്തിൽ ഭയം വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് അകറ്റിത്തരണം. ഹൃദയത്തിൽ ശാന്തി, സമാധാനം നിറയ്ക്കണം. ഗുരുവിനും മറ്റുള്ളവർക്കും എല്ലാം എൻ്റെ പ്രണാമം എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ദൈവത്തിനുള്ള ഒരു എനിക്ക് ആവശ്യമുള്ള എൻ്റെ എല്ലാ പ്രവർത്തികളെയും ഞാൻ സർവ്വവും സമർപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ള ആ ഒരു ഊർജം, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എൻ്റെ മൈൻഡിൽ തരണം. അങ്ങനെ തരുമ്പോൾ അത് എൻ്റെ മൈൻഡ്സിനുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ സ്വാഭാവികമായിട്ട് എൻ്റെ കൂടുതൽ ഊർജം എനിക്ക് തരും. അതിലൂടെ എൻ്റെ ചിന്തകൾ സത്ചിന്തകളിലേക്ക് പോവുകയും ബാഡ് ചിന്തകളിലേക്ക് പോകാതെ ഞാൻ കൂടുതൽ കർമ്മനിരതനാവുകയും ചെയ്യും, അല്ലെങ്കിൽ കർമ്മനിരതയാവുകയും ചെയ്യും സ്ത്രീ ആകുമ്പോൾ. അപ്പോൾ കർമ്മനിരതനോ കർമ്മനിരതയോ ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല റിസൾട്ടുകൾ ഉണ്ടായി വരുന്നത്. എന്തായാലും കർമ്മം ചെയ്യാതെ നമുക്ക് റിസൾട്ട് കിട്ടണം, ഒരു ആക്ഷൻ ഇല്ലാതെ റിയാക്ഷൻ ഉണ്ടാവണം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അർപ്പണ മനോഭാവം ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ഉണ്ടോ ഇല്ലയോ, കണ്ടോ കണ്ടില്ലയോ, വേണോ വേണ്ടേ, അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിച്ചാൽ കിട്ടുന്ന രുചി വേറെയാണ്, വേണോ വേണ്ടേ എന്ന് പറഞ്ഞ് കഴിച്ചാൽ കിട്ടുന്ന രുചി വേറെയാണ്. ഒരു സിനിമ കാണുമ്പോൾ വേണോ വേണ്ടേ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിരുന്നാൽ കാണുന്നത് വേറൊരു മോഡലായിരിക്കും, കാണണം എന്ന സന്തോഷത്തിൽ അവിടെ ചെന്നിരുന്നാൽ കിട്ടുന്നത് വേറൊരു വൈബായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വേണം എന്നൊരു വൈബിലേക്ക് വന്നാൽ മാത്രമേ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഭക്തിയുടെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സമർപ്പണമാണ് വളരെ പ്രധാനം. അപ്പോൾ അല്ലാതെ അവിടെ ചെന്നിരുന്നു എല്ലാവരും പാട്ട് പാടും ഞാനും പാട്ട് പാടുന്നു, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. പണ്ടൊരു കഥയുണ്ട് കേട്ടോ, ഞാൻ ഈ കഥ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയപ്പോൾ ഒരു ചേച്ചി അവിടെ തുള്ളുകയാണ്. തുള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് അവരെ പുതിയ തിരുപ്പൻ എന്ന് പറഞ്ഞാൽ ഈ മുടിയിൽ കൃത്രിമ മുടി വെച്ച് കെട്ടുന്ന, തലയിൽ വെച്ച് കെട്ടുന്നതാണ്. മുടി കുറവുള്ള സ്ത്രീകൾ കൃത്രിമമായി മുടി വാങ്ങിച്ച് തലയിൽ കെട്ടി വെക്കും, തിരുപ്പൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ തലയിൽ പുതിയ തിരുപ്പൻ വെച്ച് കെട്ടിയിരുന്നു. അപ്പോൾ ഒന്നുകിൽ അവരത് അഴിച്ചു വെച്ചിട്ട് തുള്ളണമായിരുന്നു. പക്ഷേ തുള്ളി അവർ വളരെ ആവേശപ്പെട്ട് തുള്ളി വന്നപ്പോൾ ഈ തിരുപ്പൻ താഴെ വീണു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് താഴെ വീണെന്നുണ്ട്. പക്ഷേ യഥാർത്ഥ തുള്ളലുകാരാണെങ്കിൽ ഈ തിരുപ്പം വീണാലല്ല, അവർ തന്നെ വീണാലും അറിയാത്ത രീതിയിൽ മനസ്സർപ്പിച്ച് തുള്ളണമെന്നാണ്. പക്ഷേ അവർ തുള്ളി വന്നപ്പോൾ ഈ തിരുപ്പം വീണ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായത് ആ തിരുപ്പൻ താഴെ വീണിരിക്കുകയാണ്. അവർ അതിൽ ചവിട്ടാതിരിക്കുക, ആളുകൾ വരുമ്പോഴെല്ലാം ആളുകളെ മുമ്പ് ചാടും. അപ്പം ഇവർ വീഴാതിരിക്കാൻ വേണ്ടി, ഈ തുള്ളുന്നയാൾ വീഴാതിരിക്കാൻ വേണ്ടി മഞ്ഞൾ വെള്ളവും ആയിട്ടൊക്കെ ആളുകൾ നിൽക്കുകയാണ്, പിന്നെ പൂക്കൊലയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവർ ഇടയ്ക്ക് അടിക്കും, പിന്നെ വെള്ളം ഒഴിക്കും. അപ്പോൾ ഇവർ വീണുപോകാനും പാടില്ല, വീണുപോകാൻ എടുത്തുകൊണ്ട് പോകാൻ ചെറുപ്പക്കാരെല്ലാം കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂടെ ആളുണ്ടായിരിക്കും. ഇവർ അങ്ങോട്ട് ചാടുമ്പോൾ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഈ ചാടുന്നതിനനുസരിച്ച് മറ്റുള്ളവർ തിരുപ്പനിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഈ തിരുപ്പൻ്റെ അപ്പുറം ഇപ്പുറമാണ് ചാടുന്നത്. ഞാനൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഈ തിരുപ്പനിൽ ആരെങ്കിലും ചവിട്ടും എന്നൊരു വിധം അവരോട്, എടാ തിരുപ്പൻ എടുത്ത് മാറ്റടാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തുള്ളലാണ്, എല്ലാവരും കൂടെ കിടന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞത് ഒരർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള പ്രാർത്ഥനയും പൂജയും നാമജപവും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അത് താല്പര്യമുള്ളതിൻ്റെ ആളുകൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടുള്ളതല്ല, നമുക്ക് താല്പര്യമുള്ളവർക്കുള്ളതാണ്. താല്പര്യമുള്ളത് കഴിക്കുക. വെജിറ്റേറിയനെങ്കിൽ വെജിറ്റേറിയനിൽ താല്പര്യം, നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ്. ഭക്ഷണം ഇപ്പോൾ കഴിക്കേണ്ടതെന്നാണ് താല്പര്യം. അങ്ങനെ നമുക്ക് താല്പര്യവും നമുക്ക് സ്നേഹവും സന്തോഷവും നമ്മുടെ മനസ്സ് സമ്പൂർണ്ണമായി തൃപ്തിയോടുകൂടി പറയുന്ന, നല്ലൊരു മറ്റൊരാൾ പറഞ്ഞത് വേണ്ടി മറ്റൊരാൾ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് എങ്കിൽ പിന്നെ അവിടെ ചെന്നിരുന്ന് കുറച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം, കുറച്ച് നാമജപം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരാളും പോകരുത്. അങ്ങനെ പോയാൽ അവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുകയില്ല, ഇത് ആസ്വദിക്കാനും പറ്റില്ല. ആദ്യം ആസ്വദിക്കണമല്ലോ, ഇതൊന്ന് ആസ്വദിക്കണം, അർത്ഥം പറഞ്ഞ് ആസ്വദിക്കണം, ഇതിൻ്റെ ഗുണവും കിട്ടുകയും വേണം. അതാണ് നമുക്കിതിൻ്റെ ഇന്നത്തെ ചിന്താവിഷയമായി നമ്മൾ നിങ്ങളോട് സംവേദിക്കുന്നത്.